ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടാക്കുന്നത് നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴുള്ള സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് 2.5 കപ്പ് മൈദയാണ്. ഇതിൽ 2 കപ്പ് മൈദയാണ് കേട്ടോ അപ്പോൾ അരിച്ചെടുക്കുന്നത്. 2 കപ്പ് മൈദ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലപോലെ അരിച്ചെടുക്കുക. ഇനി അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇനി വേണ്ടത് 2 മുട്ടയാണ്. അതിലൊന്ന് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അടുത്ത മുട്ടയുടെ വൈറ്റ് പോർഷൻ മാത്രം മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്കതിൻ്റെ യോൾക്കങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിന് താഴെ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വനില എസൻസ് ചേർക്കുക. പിന്നെ വേണ്ടത് വിനെഗറാണ്, വൈറ്റ് വിനെഗറാണ് വേണ്ടത്. അതൊരു 1/2 ടേബിൾ സ്പൂണ് ചേർക്കുക. പിന്നീട് വേണ്ടത് ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ്, അതുകൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊരു 30 സെക്കൻഡ്സ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പഞ്ചസാര എല്ലാം നല്ലപോലെ മെൽറ്റായിട്ട് നല്ല തിക്കാവുന്ന വരെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അര കപ്പ് മൈദപ്പൊടി മാറ്റി വെച്ചതാണിത്. നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ ലൂസാവുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈ മിക്സിലേക്ക് പൊടികൾ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഒന്നിച്ച് ചേർത്താൽ നമുക്ക് കുഴച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. മാവ് ലൂസാണെങ്കിൽ കുറേശ്ശായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുന്ന സ്ഥലത്ത് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഇത് ഒരു 1/2 ഇഞ്ച് കനത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എഗ് യോൾക്കാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയാലും മതി. പിന്നീട് 1 ടീസ്പൂണ് പാലുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഈ എഗ് മിക്സ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മുകളിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് മുഴുവനായിട്ട് തീരുന്ന വരെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാം. ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ അതിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് വെന്ത് വരുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് സ്പേസ് വിട്ടിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കുക. ആദ്യത്തെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പിന്നീട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 15 മിനിറ്റ് കൂടി വെക്കുക. 20 മിനിറ്റിന് മുമ്പ് നമ്മൾ തുറന്നു നോക്കരുത്. ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ബിസ്ക്കറ്റ് ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ബിസ്ക്കറ്റിൻ്റെ അടിഭാഗമൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. കട്ടിയുള്ള ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ 2 സൈഡിലും ഒരുപോലെ ചൂട് തട്ടിയാലേ നല്ലപോലെ അത് വേഗമുള്ളൂ. എല്ലാം ഒന്ന് മറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 to 20 മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ബിസ്ക്കറ്റ് കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.